2 മണിക്കൂർ ഇടവിട്ട് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞു മക്കളാണല്ലോ, അപ്പോൾ ഫില്ലറിലൊന്നും കുടിക്കാനൊന്നും ആയിട്ടില്ല. ഹായ്, ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. ഞാൻ കമറുന്നീസ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് സുഖമെന്ന് അത്ര പറയാൻ പറ്റില്ല കേട്ടോ. ഒരു ഭയങ്കര ടെൻഷനുള്ളൊരു ദിവസം കൂടിയാണ്. എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ മുകളിലൊരു പൂച്ച പ്രസവിച്ചിരുന്നു കേട്ടോ. അത് ഇന്നലെ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. രാത്രിയൊക്കെ പോയപ്പോൾ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ പോയപ്പോഴത്തെ വീഡിയോസാണ് കേട്ടോ. പൂച്ചയും കുഞ്ഞുങ്ങളും കിടക്കണമൊക്കെ നല്ല രസകരമായ കാഴ്ചയായിരുന്നു അല്ലേ ഇന്നലെയൊക്കെ. ഇന്ന് നമ്മുടെ വെള്ള ടാങ്കിൻ്റെ മുകളിൽ പൂച്ചകൾ തമ്മിൽ കടി കുടിക്കുന്നവ അതിൻ്റെ അടപ്പൊക്കെ തെറിപ്പിച്ചിട്ടുണ്ട്. അത് കടി കൂടിയതിൻ്റെ ഇതിലാണോ എന്നറിയില്ല. പക്ഷേ പൂച്ചയിൽ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ രാത്രി ആയതുകൊണ്ടൊന്നും അറിയണില്ല. രാവിലെ വെള്ളം ഇടാൻ ചെന്നപ്പോൾ വെറുതെ നോക്കിയതാണ്. അപ്പോൾ പൂച്ചയിൽ എന്താ പറയുക, മരിച്ച് കിടക്കണേ കണ്ട് ആ ഒരു ഷോക്കിലാണ് കേട്ടോ. ഷോക്ക് എന്ന് പറഞ്ഞാൽ അത്രയും കണ്ണുപോലും മെഴിക്കാത്ത കുഞ്ഞു മക്കളാണ് കേട്ടോ. ഭയങ്കര ടെൻഷൻ എന്ന് പറയാം. എന്താ പറയുക, അപ്പോൾ ആ അമ്മ ഉണ്ടെങ്കിൽ പാല് കൊടുത്തിട്ടും ഒക്കെ നോക്കണ ആ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും നമ്മൾ കുറച്ച് കെയർ ചെയ്ത് നോക്കി തന്നെ വേണം. നമ്മളെ വീടിൻ്റെ മുകളിലല്ലേ. രാവിലെ അതിൻ്റെ ഒരു ചെറിയൊരു ഫില്ലർ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിലൊക്കെ അതിൻ്റെ അണുബാധയൊക്കെ ഇല്ലാതാക്കി പാലൊക്കെ തിളപ്പിച്ച് അവർക്ക് കൊടുക്കുകയാണ്. കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. എന്താ പറയുക, നമുക്ക് ഓരോ ദിവസം എങ്ങനെ ആയിരിക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ. മനുഷ്യരാണെങ്കിലും ജീവികളാണെങ്കിലും എല്ലാവർക്കും ഇതുപോലെ തന്നെയാണ്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.